ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള PC ടോക്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ സ്റ്റഡി കൊണ്ടുപോകാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഒരു 5 hours അല്ലെങ്കിൽ 6 hours നമുക്ക് തുടർച്ചയായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റഡി നമുക്ക് വീട്ടിലിരിക്കുന്നവരൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു PSC ബുള്ളറ്റിൻ എങ്ങനെയാണ് വരുത്തുന്നത്, അതെങ്ങനെയാണ് ചെയ്യുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒഫീഷ്യൽ സൈറ്റിൽ, അതായത് നമ്മൾ PSCക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്ത് വിടില്ലേ, അതിലല്ലാണ്ട് ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഹോം 2 പോയിട്ട് അതിന്ന് സബ്സ്ക്രിപ്ഷനാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് തോന്നുന്നത്, എനിക്കറിയില്ല, കുറേ പേർക്ക് എനിക്ക് അത് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വരുന്നുണ്ട്, മാസം 2 തവണ എനിക്ക് വരുന്നുണ്ട്, പക്ഷെ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കൊറിയറായിട്ടാണ് വരിക. ഓക്കെ, ഇത് കണ്ടോ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ബുള്ളറ്റ് ഇങ്ങനെയാണ് വരിക. ഇവിടെ നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരു പാക്കായിട്ടാണ് നമുക്ക് PSC പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമുക്ക് അയച്ച് തരിക. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ കഴിഞ്ഞ PSC ബുള്ളറ്റിനാണ്. ഇത് അതിന് ശേഷം വന്ന ബുള്ളറ്റിനാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് അതിന് ശേഷം വന്ന PSC ബുള്ളറ്റിൻ. അപ്പോൾ ഇതിൽ കറണ്ട് അഫെയർസാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേജിലെ ഫുള്ള് കറണ്ട് അഫെയർസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിക്കാത്തവരാണെങ്കിൽ പഠിക്കുക. എൻ്റെ ഈ ചാനലിൽ ഇതിൻ്റെ വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. PSC ബുള്ളറ്റിൻ CA കറണ്ട് അഫെയർസാണ്. ഇതിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഗെയിംസിൻ്റെ സ്കൂൾ ഗെയിംസിൻ്റെ അതിൻ്റെ വേദി, അതിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ, ആരൊക്കെയാണ് ചാമ്പ്യന്മാർ എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഇതൊരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു PSC ബുള്ളറ്റിൻ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പേജ് മാത്രമേ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. 10 പേജാണ് ഇനി ഞാൻ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഇതിട്ട് തരാം. നിങ്ങളത് നോക്കി ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ നോട്ട് എൻ്റെ അടുത്തില്ല. കുറേ പേര് ഇതിൻ്റെ നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ അതായത് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ടൈപ്പ് പോലെ ആക്കിയിട്ട് അങ്ങനെ വീഡിയോ ഇടാനാണ് ചെയ്യുക. പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ചിലവർ ചെയ്യുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് ഒന്നും വരേണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇതിങ്ങനെ എടുത്തിട്ട് ടൈപ്പ് ചെയ്യണ പോലെ ഇട്ടിട്ട് അങ്ങനെ ഇടാറാണ് ചെയ്യാറ്. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CA ആണുള്ളത്. നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതും ഒപ്പം കൊണ്ടുപോവുക. ഓക്കെ, നമ്മൾ തൊഴിൽ വീതിയാണ് വെച്ചാലും ഞാൻ തൊഴിൽ വീതിയാണ് വരുത്തുന്നത്. ഇപ്പോൾ 1 മാസത്തോളമായിട്ടാണ് ഞാൻ തൊഴിൽ വീതി വരുത്താൻ തുടങ്ങിയത്. ഇതിന് മുന്നേ ഞാൻ തൊഴിൽ വാർത്തയായിരുന്നു വരുത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തൊഴിൽ വീതി ഇനി കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് തൊഴിൽ വീതിയാണ് ഞാനിപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഫ്രീ ബുക്ക്ലെറ്റും അതൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. അതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ PSC ബുള്ളറ്റിൻ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ എടുക്കാം. എനിക്കൊരു 150 രൂപയാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എടുക്കുന്ന സമയത്ത് അത്ര ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യില്ലേ, ആ സൈറ്റിലല്ലാണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഹോം 2 ഉണ്ട്, കേരള PSCൻ്റെ ഹോം 2 പോയിട്ട് അതിന് PSC ബുള്ളറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ തുടർച്ചയായിട്ടുള്ള സ്റ്റഡീനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എല്ലാവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ കുറേ കൺഫർമേഷൻസ് വന്നിട്ടുണ്ട്, എക്സൈസിൻ്റെ, പോലീസിൻ്റെ, അതുപോലെ തന്നെ കുറേ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയില്ല, പ്രിസൺ ഓഫീസറിനൊക്കെ വന്നിട്ടുണ്ട്, എനിക്കും കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൺഫർമേഷൻ കൊടുക്കുന്നവരൊക്കെ നേരാവണ്ണം നോക്കി കൊടുക്കുക. ഓക്കെ, തെറ്റിപ്പോകരുത്. മെയ്യിലായിരിക്കും ഇതിൻ്റെയൊക്കെ എക്സാംസ് വരുന്നത് തോന്നുന്നു. ഡേറ്റ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. മെയ് തൊട്ടിട്ട് 17-ാം തീയതി എക്സൈസിനൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ യൂട്യൂബ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് യൂട്യൂബ് ചാനൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫെയർസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനൽ. ഞാൻ ഒരാളുടെ ചാനൽ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ അങ്ങനെ ആരുടെ ചാനലും ഇന്ന ചാനൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ എല്ലാവരുടെ കറണ്ട് അഫെയർസും ഞാൻ എടുക്കാറുണ്ട്. കറണ്ട് അഫെയർസ് ആരൊക്കെയാണോ ഏതൊക്കെ ചാനലിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലിൽ പോസ്റ്റ് ഇടുകയാണെങ്കിൽ അത് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്നല്ലെങ്കിൽ അത് എഴുതിയെടുക്കും, അല്ലെങ്കിൽ അത് ആ ഒരു പേജ് ഞാൻ നോക്കി പഠിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും.
ഓക്കെ, ന്യൂസ് പേപ്പറിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സിൻ്റെ ചില കറണ്ട് അഫയേഴ്സൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് എനിക്ക് സ്പോർട്സിലായാലും കിട്ടാറുണ്ട്. ഇതൊക്കെ ഞാൻ സ്പോർട്സ് പേജിൽ, നമ്മുടെ ന്യൂസ് പേപ്പറിലെ സ്പോർട്സ് പേജിൽ വായിച്ച കറണ്ട് അഫയേഴ്സാണ്. അതുകൊണ്ട് എനിക്കിത് റിവിഷനായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളും അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ പറയും. ഓക്കെ, എല്ലാവരെ കൊണ്ടും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നവർ അതെന്തായാലും മസ്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അതെല്ലാം ടൈം ടേബിൾ കാര്യങ്ങൾ ഒക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് ഒരു വീട്ടമ്മയാണ് തോന്നുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ കുഞ്ഞുണ്ട്, അവരെ നോക്കാൻ പറ്റില്ല. അവർക്കുള്ള ടൈം ടേബിൾ ഞാനിന്ന് ഇട്ട് തരാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള 5 hours അല്ലെങ്കിൽ 6 hours എത്രയാണ് നമുക്ക് നമ്മുടെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ആക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്, അതും ഞാൻ ഇട്ടിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ടൈം ടേബിൾ ആദ്യം ഒന്ന് കാണിക്കാം. നമ്മൾ ആദ്യം ടൈം ടേബിൾ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഇത്രയും തോനെ പഠിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇതിനപ്പുറം കൊണ്ടുപോകുന്നവരിന് എനിക്കറിയാം കേട്ടോ, സത്യമായിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ ടൈം പഠിക്കുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ടൈം ടേബിളാണ് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് 1 വർഷത്തോളം ആയി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇട്ട ടൈം ടേബിളാണ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിൻ്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബുക്ക് റഫ് ബുക്കാണ് കേട്ടോ. എത്ര രൂപ ഇത്? 80 പേജിന് 20 രൂപയും 120 പേജിന് 30 രൂപയും 160 പേജിന് 40 രൂപയാണ്. ഞാൻ ഈ 160 പേജിന് 40 രൂപയുടെ ബുക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വളരെ യൂസ്ഫുള്ളായ ബുക്കാണ്. പേജ് അത്ര കട്ടിയൊന്നുമില്ല, പക്ഷെ നമുക്ക് എഴുതി പഠിക്കാം. ഞാൻ അത് എഴുതി പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു ബുക്കാണ്. യൂസ്ഫുള്ളാണ് നമുക്ക്. ഓക്കെ, ഇത് കണ്ടോ, എഴുതി പഠിച്ചതാണ്. അതുപോലെ ഞാൻ വർക്കൗട്ട് ചെയ്ത് എക്സാം എഴുതി അങ്ങനെ ആക്കും. അതുപോലെ തന്നെ മാത്സ് ഞാൻ ചെയ്ത് പഠിക്കും. ഇത് ഞാൻ ഏതിൻ്റെയാണെന്ന് ഇടയ്ക്കില്ല അറിയില്ല. ഫയർമാൻ്റെ സിലബസ് എഴുതിയതാണ് കേട്ടോ. ജസ്റ്റ് സിലബസ് മാറിയുന്ന സമയത്ത് ഞാൻ സിലബസ് എഴുതിയതാണ്. അപ്പോൾ ഇത് ഞാൻ എഴുതി പഠിക്കാൻ യൂസ് ചെയ്യുന്നൊരു ബുക്കാണ്. ഓക്കെ, മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു ബുക്കായിട്ട് ഇതിനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട എൻ്റെ ടൈം ടേബിൾ. എല്ലാ വീഡിയോയിലും ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണ് എൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടേനെ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്ന് നമ്മൾ വെട്ടിച്ചുരുക്കിയിട്ട് 5 മണിക്കൂർ, ഞാൻ ഓൾമോസ്റ്റ് 5 മണിക്കൂറിലാക്കിയിട്ട് ഞാൻ ചുരുക്കാൻ പോവുകയാണ്. ഓക്കെ, അതിൽ ഞാൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ജസ്റ്റ് ഇൻക്ലൂഡ് ആക്കണില്ല. ഓക്കെ, കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ആക്കാം. ഞാൻ എൻ്റെ രീതിക്ക് ഒരു ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു. ഓക്കെ, നമ്മുടെ ടൈം ടേബിൾ നമ്മൾ ഉച്ചയ്ക്ക് രാവിലത്തെ സെക്ഷനിൽ ചിലപ്പോൾ കോച്ചിങ്ങിന് പോകുന്നവർ കോച്ചിങ്ങിന് പോകുന്നുണ്ടാകും ഉച്ച വരെ. അതിന് ശേഷം ഞാൻ ഇട്ടതാണ് 2 മണി ടു 3 മണി വരെ. ഈ 3 PM എഴുതുന്നുണ്ട്. ആ സമയത്ത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും. ഓക്കെ, എന്നിട്ട് നമ്മുടെ 3 മണി ടു 3 PM ടു 4 PM ഞാൻ എന്താക്കണത്, ഹിസ്റ്ററി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഹിസ്റ്ററി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. 4 PM ടു 5 PM നിങ്ങൾക്ക് സയൻസ് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. സയൻസിൽ എല്ലാം പെടും കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് 3 പെടും. ഓക്കെ, അതിൽ 5 ടു 5 PM ടു 6 PM. 6 PM നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ മറ്റേ ഇനിപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എക്കണോമിക്സ് ഈ 1 മണിക്കൂറിൽ നിങ്ങൾ എക്കണോമിക്സ് നോക്കുക. അതിൽ പിന്നെ 6 ടു 6:30 വരെ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CA കറണ്ട് അഫേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കറണ്ട് അഫേഴ്സ് ഓക്കെ, CA. എന്നിട്ട് 6:30 ടു 7 വരെ നിങ്ങൾക്ക് മാത്സ് ഞാൻ തരാം. ഇതിൽ മാത്സ് ഇൻക്ലൂഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രയായി? 1 2 3 4
അഞ്ച് മണിക്കൂറായിട്ട് ഞാൻ യോഗ ഇടുന്നത്. ഇനി ബാക്കിയുള്ള 7 to 8 വരെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ 8:30 വരെ ഉള്ളൂ. 7 to 8 വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ അല്ലെങ്കിൽ PYQ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ പറയും. PYQ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 2 to 3 വരെ ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ്. രാവിലെ വേണമെന്നവർക്ക് രാവിലെ ആക്കാം കേട്ടോ. ഒരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും നമ്മുടെ വീട്ടുപണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റുകയും ചെയ്യാം കേട്ടോ. കേരള ഭരണം വേണ്ടതിന് ഫസ്റ്റ് ഹിസ്റ്ററി പഠിക്കാം, അല്ലെങ്കിൽ സയൻസ്. ഇപ്പോൾ ഹിസ്റ്ററി ആൻസലും സയൻസ് ആൻസലും ഞാൻ PYQ എക്കണോമിക്സ് അതുപോലെ PYQ ഇടാനേ പറയുള്ളൂ. ഓക്കെ, ഇവിടെ CA അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. ഓക്കെ, CA ഞാൻ നോൺ GKയിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ CA. അതുപോലെ തന്നെ ഈ മാത്സിന് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക് ആക്കാം. ഇതിൽ മലയാളം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫേഴ്സ് നിങ്ങൾ എഴുതുന്നുണ്ട്, കറണ്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ 4 നോൺ GK ആയിട്ട് നിങ്ങൾക്ക് എല്ലാ എക്സാമിന് സിലബസിൽ എടുത്ത് നോക്കിയാലും ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദ്യം വരുന്ന ഉറപ്പല്ലേ? ഓക്കെ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫേഴ്സ്, ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു 40 മാർക്ക് നമുക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റും. അത് ഉറപ്പാണ്, ഷുവറാണ്. ഓക്കെ, ഡെയിലി കൊണ്ടുപോവുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സൊക്കെ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, തലയിലൊരു ഭാരം നിൽക്കണ പോലെ ഇരിക്കും. എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അയ്യോ ഞാനത് പഠിച്ചില്ല, ഞാൻ ഈ ടോപ്പിക്ക് നോക്കിയില്ല, പാരീസ് ഒളിമ്പിക്സ് നോക്കിയില്ല, അവിടുത്തെ ICC വേൾഡ് കപ്പ് നോക്കിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാരം എന്നുള്ളത് നമുക്ക് ഒഴിഞ്ഞു കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൊഴിൽ വിദ്യത്തെ കറണ്ട് അഫെയർസ്, അതുപോലെ തന്നെ PC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയർസ്, PYQ എന്നുള്ള ചോദ്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 2025-24 വർഷത്തെ PYQയിലെ ചോദ്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കറണ്ട് അഫെയർസ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് പോയിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാരം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്കില്ല ഒരു ടോപ്പിക്ക് പുതിയതായിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ റാങ്ക് ഫയലിനെ നോക്കും. റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, റാങ്ക് ഫയലിൽ ഒരു ടോപ്പിക്ക് എടുക്കുക. ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാത്തൊരു ടോപ്പിക്കാണെങ്കിൽ അത് ഫസ്റ്റ് ഏതിലാണോ ഇരിക്കുന്നത് അത് ഫസ്റ്റ് നോക്കിയിട്ട് ആ ഒരു ടോപ്പിക്ക് അവിടെ നിന്ന് എടുത്തു പോവുക. അതായത് എടുത്തിട്ട് അതിലെന്താണ് ആ ഒരു ബേസ് നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു 10th എൻ്റെ റാങ്ക് ഫയലാണ്, 10th ലെവൽ മെയിൻസിൻ്റെ റാങ്ക് ഫയലാണ്. 2022 എഡിഷനാണ് കേട്ടോ. ഓക്കെ, അത്രയും അപ്ഡേറ്റ് അല്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ടോപ്പിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ റാങ്ക് ഫയലാണ് നോക്കാറ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കേണ്ട ആ ഒരു ഇത് നോക്കുക. ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അത് നോക്കുക. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടാവും. അതിന് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ ഇരുന്ന് ഫുൾ ഇത് മൊത്തത്തിൽ പഠിച്ച് തീർക്കണമെന്ന് ഞാൻ പറയില്ല. എൻ്റെ അടുത്ത് കുറേ റാങ്ക് ഫയൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അത് നിങ്ങൾക്ക് ബേസ് കിട്ടാൻ വേണ്ടി റാങ്ക് ഫയൽ നിങ്ങൾ യൂസ് ചെയ്യുക. റാങ്ക് ഫയൽ ഇല്ലാത്തവരാണെങ്കിൽ ഇനിയിപ്പോൾ പുതിയതായി വാങ്ങിക്കുന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ. വേണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ PYQൻ്റെ ബുക്ക് നിങ്ങൾ വാങ്ങും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ബുക്കായിട്ട് ഞാൻ പറയും. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി റാങ്ക് ഫയൽ വാങ്ങണോ, ഞാൻ പുതിയത് വാങ്ങാൻ പോവുകയാണ്. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, റാങ്ക് ഫയൽ വാങ്ങാൻ നിൽക്കണമെങ്കിലും പകരം നിങ്ങൾ PYQൻ്റെ ബുക്ക് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും യൂസ്ഫുള്ളാണ്. ഓക്കെ, PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴത്തെ എല്ലാ ക്വസ്റ്റ്യൻസിനും PYQന്ന് അതിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടും, ഉത്തരം കിട്ടും. കാരണം എനിക്കത് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ ഒരു എക്സാമിന് വേണ്ടിയിട്ട് PYQ മാത്രം പഠിച്ചപ്പോൾ അത് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റി PYQന്ന്. ഓക്കെ, എനിക്ക് ഈ ഒരു ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒറ്റയ്ക്കാണ് നമ്മൾ പഠിക്കുന്നത്, നമുക്കൊരു മെൻറ്റർ ഇല്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. നമ്മുടെ ഐഡിയാസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ എത്തും, ഏതുവരെ എത്തും, എങ്ങനെ പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. ആ സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ മെറ്റീരിയൽസ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെ കിട്ടുക, PDF കിട്ടുമോ എന്നൊക്കെ. ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്ന കോച്ചിങ് സെൻറ്ററിൽ നിന്ന് എനിക്ക് തന്നതായിരുന്നു. ആ സമയത്ത് ഞാൻ എടുത്തു വെച്ചതാണ്, ബൾക്കായിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് PDF ആയിട്ട് തരാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അയച്ചു തരാം. ഓക്കെ,
അപ്പോൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക, സിലബസ് എടുത്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ചിലവർ ഇതിൻ്റെ കൂടെ ഡിഗ്രിയും ചെയ്യേണ്ട, എന്നെ പോലെ ഡിഗ്രിയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ PGയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഇതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതൊക്കെ കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഡിഗ്രി ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ PG ചെയ്യണ വേറൊരു ആളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒന്നും നമുക്ക് വർക്കൊന്നും ചെയ്യാത്തവർക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മടിയൊക്കെ മാറ്റി വെച്ച് ഇതിൽ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ജോലി, ആ ജോലി കിട്ടണ സമയത്ത്, ഇപ്പോൾ നമ്മൾ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാറുണ്ട്, ജോലി കിട്ടിയിട്ട് അഡ്വൈസൊക്കെ വാങ്ങാൻ പോണ വീഡിയോ. ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും കാണുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ആ ഒരു സ്ഥാനത്ത് നിൽക്കണം, ആ ഒരു ഫീല് നമുക്കത് ഫീൽ ചെയ്യും. എനിക്ക് ചില സമയത്ത് സങ്കടമൊക്കെ വരാറുണ്ട്. നമുക്ക് ഞാൻ ഇത്രയും കൊല്ലങ്ങൾ ഇരുന്ന സമയത്ത് എനിക്ക് ഒന്നാവാൻ പറ്റുന്നില്ലല്ലോ പറഞ്ഞിട്ട്, നമ്മുടെ സാഹചര്യങ്ങൾ. പിന്നെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കണ പോലെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ചിലർക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ലക്കായ പെൺകുട്ടികൾ അവിടെ പോയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക, ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇരുന്ന് കോച്ചിങ് സെൻറ്ററിൽ പോയ സമയത്ത് ഞാൻ വീട്ടിലിരുന്നിട്ടായിരുന്നു ഫുൾ ടൈം പഠിത്തോട്ടെ. കോച്ചിങ് സെൻറ്ററിൽ പോയിക്കാൻ ആ ഒരു കമ്പൈൻ സ്റ്റഡി എനിക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സ് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ടുള്ള കമ്പൈൻ സ്റ്റഡി കൊണ്ടുപോകണം, വളരെ യൂസ്ഫുള്ളായിരിക്കും. കമ്പൈൻ സ്റ്റഡി ഒരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, നമുക്കറിയാത്തത് ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കമ്പൈൻ സ്റ്റഡി, സെൽഫ് സ്റ്റഡി എല്ലാം ചെയ്യുകയാണെങ്കിലും നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടി ഒരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ NCERT SCERT ബുക്ക് നോക്കുക നിങ്ങൾ. അതിന് പുറമെ നിങ്ങൾ PYQ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നോ അവിടെ നിന്നൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക, PYQ. അതുപോലെ തന്നെ തൊഴിൽ വീതിയിലും തൊഴിൽ വാർത്തയിലും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ നമുക്ക് ചെയ്യാനുള്ള, അവരുടെ ബബിൾ ചെയ്യാനുള്ള ഷീറ്റും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ചെയ്ത് പഠിക്കുമ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനിക്കൊക്കെ അങ്ങനെ നല്ല യൂസ്ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഈ തൊഴിൽ വീതിത്തെ ക്വസ്റ്റ്യൻസൊക്കെ. അത് ചെയ്ത് നമുക്ക് പരിചയം വരും ചെയ്തിട്ട്, അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഉത്തരം എന്ന്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. നമ്മളിതന്ന് ബബിൾ ചെയ്തതല്ലേ, ബബിൾ ചെയ്ത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യും, ഇത് തെറ്റി, എൻ്റെ തെറ്റി, ഇതാണല്ലോ ഉത്തരം. അങ്ങനെ നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് മൈൻഡിൽ നിൽക്കും. എല്ലാവർക്കും എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. പറ്റുന്നവർ നമ്മുടെ സമയം നമ്മുടെ കയ്യിലാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ സമയം എങ്ങനെ കളയണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റുന്നോ അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇതും ചെയ്യുന്നുണ്ട്, ഡിഗ്രിയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് ഇതിലിരിക്കാൻ പറ്റില്ല. എൻ്റെ ടൈം ടേബിളിൽ ഞാൻ ഇട്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നത്. എനിക്കത് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മുന്നേ ഇട്ട ടൈം ടേബിളാണ്. ഓക്കെ, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പം ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളടുത്ത് പറയില്ല. ഒരു 2 ദിവസമായിട്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ കൈയൊക്കെ പൊള്ളിയിട്ട് ഞാൻ എഴുതാൻ പറ്റാണ്ട് ഞാൻ ഇപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ടൈം ഞാൻ PSCക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ഇതല്ലേ ഈ PSCയിലെ ഈ ഒരു PSC എഴുതിയിരിക്കണേ, ഇത്രയും ഗ്യാപ്പാണ്. ഓക്കെ, ഈ PSC എഴുതിയത് നമുക്കൊക്കെ ഉള്ള മോട്ടിവേഷനാണ് ഇവരുടെ ഈ ബുക്കിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളും എത്തും, ഇന്നെങ്കിലും ഒരു ദിവസം നമ്മളും എത്തും. അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട ആ സമയത്ത് നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ടാഗ് നമ്മുടെ കഴുത്തിൽ കിടക്കുമ്പോൾ എല്ലാവരും എനിക്ക് കാണുമ്പോൾ ഒരു ഇത് തോന്നും കേട്ടോ, എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ കഴുത്തിലൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ. അല്ലെങ്കിൽ യൂണിഫോം കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആ യൂണിഫോമിന് വേണ്ടി, ഞാനൊക്കെ യൂണിഫോം ജോബ് വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. ഞാനത് കാണാറുണ്ട്, അങ്ങനത്തെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എല്ലാവരെ കാണുമ്പോഴും എനിക്കൊരു മോട്ടിവേറ്റ് ആവാറുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണും, ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അത്രയും യൂസ്ഫുള്ളായിരിക്കും, പഠിക്കാൻ വേണ്ടി ഇരിക്കാനും പറ്റും. മൈൻഡ് ശരിയാവാത്തത് വീട്ടമ്മമാരാണെങ്കിൽ അവർക്കൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇനി ഇത്രയൊക്കെ ആയില്ലേ, പിള്ളേരായി, നമുക്ക് ഇനിയിപ്പോൾ എന്ത് പഠിത്തം, എല്ലാവരും ഇങ്ങനെ പറയും. ഇനിയിപ്പോൾ കുട്ടിയൊക്കെ ആയില്ലേ വീട്ടിലിരിക്കുക, അങ്ങനെയൊന്നുമില്ല. ജോലിയായി, കുട്ടികളായി, അവരെ വെച്ച് പഠിച്ച് ജോലിക്ക് കയറിയവരുടെ കഥകളുണ്ട്. നിങ്ങൾ അതൊക്കെ പോയി ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് നല്ലോണം പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റും. ഓക്കെ,
അങ്ങനെ ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ അത്രയും നേരത്തെ ചിലർ എണീക്കും, അല്ലെങ്കിൽ നേരത്തെ കിടക്കണവരുണ്ട്. നേരത്തെ എണീക്കുന്നവരാണ് രാവിലെ പഠിക്കേണ്ട ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ പഠിക്കുക. രാവിലെ പഠിക്കണമായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ. നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രാവിലെ പഠിക്കാത്തവരുണ്ട്. രാവിലെ പഠിച്ചാൽ ചിലപ്പോൾ ചിലർ കയറില്ല. ഉറക്കം ശരിയാവാത്തവരുണ്ട്. ഉറക്കം ശരിയാവാത്തവർ ഉറക്കം അങ്ങനെ വെച്ചാൽ ഉറക്കം സാറ്റിസ്ഫൈ ചെയ്യണവരുമുണ്ട്. ഓക്കെ, ഉറങ്ങി ശരിയാവില്ല. പഠിക്കാണ്ടൊക്കെ ഉറങ്ങാത്ത കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, പഠിത്തം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉറങ്ങാത്ത ആൾക്കാരുണ്ട്. അവർ ജോലിക്ക് കയറിയ ചരിത്രമുണ്ട്. ഓക്കെ, നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ഡിഗ്രി ചെയ്യുന്നു പറയുന്നതൊക്കെ എൻ്റെ ഓരോ കാരണങ്ങളാണ്. അതെനിക്ക് കാരണങ്ങളല്ലാണ്ട് ഞാൻ കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഇതും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, ഇതും ഒപ്പം കൊണ്ടുപോകുന്നതും ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നതും അതും ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതും ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിഗ്രി ഇല്ലാണ്ട് ഈ ഒരു ലോകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എഡ്യൂക്കേഷനാണല്ലോ ഫസ്റ്റ്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് പോകുന്നുണ്ട്. ഡിഗ്രി എടുക്കാൻ കുറച്ച് ലേറ്റായി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യം ബേസിക്ക് ഇറങ്ങി. അപ്പോൾ ഡിഗ്രിയുള്ള എക്സാംസിന് എനിക്ക് ഒന്നും കൂടി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതാൻ ഡിഗ്രി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടെന്ന് എവിടെയാണെന്ന്. ഞാൻ ഇഗ്നോയിലാണ് ഡിഗ്രി ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ എനിക്ക് എഴുതാനുണ്ട്. അതിൻ്റെ ടൈം എനിക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ടൈം ടേബിൾ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനിത് ഇരുന്ന് പഠിക്കാറുമുണ്ട്. നിങ്ങളും അത് ഫോളോ ചെയ്യുന്ന പറയില്ല. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ടൈം ടേബിൾ ഇടുക. ഇല്ല, ടൈം ടേബിൾ ഇടാൻ പറ്റുന്നില്ലാത്തവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ടൈം ടേബിൾ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് തരാം. അല്ല, ജോലി വീട്ടമ്മമാരാണ്, അവർക്ക് ഇന്ന് ഇട്ട് തരാം. ഞാൻ ടൈം ടേബിളിൽ മാത്രമായിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിലാക്കിയാൽ ഇത് ലോങ് വീഡിയോ ആയിപ്പോയി, നല്ലോണം ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ആരൊക്കെയായാലും ഇപ്പോൾ ആൺകുട്ടികളാണെച്ചാലും പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, ആൺകുട്ടികളാണെച്ചാലും 10-23 വയസ്സ് വരെയൊക്കെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരിക്കും. പക്ഷേ ആ 25 വയസ്സൊക്കെ എത്തണ വരെയൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും ജോലിക്ക് പറഞ്ഞു വിടും. ഓക്കെ, എൻ്റെ വീട്ടിൽ കേൾക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഞാൻ ഈ പറയണത്. എന്തായാലും എന്തെങ്കിലും ഒരു കോച്ചിങ്ങിന് പോയി എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കായാലും ഒരു ജോലി വേണം, ഇങ്ങനെ വേണം എന്ന് അവരും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പെൺകുട്ടികൾ മാത്രമല്ല. ഓക്കെ, ബോയ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അവരെയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയണത്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടാത്തതായിട്ട് എന്താണ്? ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും എല്ലാം കിട്ടും. ഓക്കെ, ഫസ്റ്റേ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് കവർ ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പം നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CA ഇത് CA 20 മാർക്കിനുണ്ട്, 10 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ മാത്സ് 10 മാർക്കിനുണ്ട്, 20 മാർക്കിനുണ്ട്. വേണ്ട, 10 മാർക്കിന് തന്നെ വെക്കും. മലയാളം 10, ഇംഗ്ലീഷ് 10, മാത്സ് 10, CA 10, 40 മാർക്കായില്ലേ? കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആയി കൊണ്ടുപോയി തന്നെ ആ 10 മാർക്ക് നമുക്ക് പുഷ്പം പോലെ വാങ്ങിയെടുക്കാം. അത് അപ്ഡേറ്റ് ആയിട്ട് ഡെയിലി കൊണ്ടുപോയാൽ മാത്രം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് ആ ഒരു ബൾക്കായിട്ട് പഠിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അതിനുള്ള നോട്ട് വരെ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ എവിടെയും ഉണ്ടായിരുന്നു. എന്താ, ഇത് എൻ്റെ CAൻ്റെ നോട്ടാണ്. അപ്പോൾ ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കത് കുഴപ്പമില്ല. ആ ഒരു CAൻ്റെ ഭാഗം ഞാൻ പിന്നെ മാത്സ് ഞാൻ ട്രിക്ടേണിൻ്റെ ക്ലാസ്സാണ് കാണാറ്. ആ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കാണാറ്. എനിക്ക് ഇവിടെ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് എനിക്ക് മാത്സ് അങ്ങനെ അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കി അങ്ങനെ പഠിച്ച് ബേസ് തൊട്ട് താഴെ ലെവൽ തൊട്ട് ഹൈ ലെവൽ വരെ ആ സാറ് പറഞ്ഞു തരുന്നുണ്ട്. ഈ ബിഗിനേഴ്സൊക്കെ ആണെന്ന് ഞാൻ ആ ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയും. ഓക്കെ, ഇപ്പം നമ്മൾ ആരുടെയും ചാനൽ നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ പഠിച്ച് വന്ന ലെവലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ഓക്കെ, നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ കാണാണ്ടിരിക്കാം. നിങ്ങൾക്ക് വേറെ ചാനൽ ഇഷ്ടമാണെങ്കിൽ അതും കാണും. എങ്ങനെ കണ്ടാലും ഏത് കണ്ടാലും പഠിക്കുക എന്നുള്ളൊരു പോയിൻ്റ് അപ്പുറത്തുണ്ട്. ഓക്കെ, ഏത് ചാനലാണെച്ചാലും ഇപ്പോൾ ടെലിഗ്രാം ചാനലാണെച്ചാലും അതിലിടുന്ന കറണ്ട് അഫേഴ്സ് ആണെച്ചാലും നിങ്ങൾ എഴുതിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി പഠിച്ചു പോകും. ഇപ്പോൾ മാത്സിൻ്റെ ആണ് ഞാൻ പറയില്ല, ഞാൻ എഴുതി പഠിക്കാറാണ്. അതിനാണ് ഞാൻ ഈ റഫ് ബുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്. റഫ് ബുക്ക് അതിലെഴുതി പഠിക്കുക. ഓക്കെ, എഴുതി പഠിച്ചാൽ തന്നെ നമുക്ക് തലയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഫോളോ ചെയ്യുക. ഈ 40 മാർക്കിന് പുറമേ സയൻസ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഇതും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്കണോമിക്സ് കൂടാതെ ഓക്കെ ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്ത പോലെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റും. ഓക്കെ,
ടൈം നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈമിനെയാണ്. ടൈം നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മുടെ സമയം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്ന്. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമയം നമ്മൾ എന്തിന് മാറ്റി വയ്ക്കുന്നോ അതിനനുസരിച്ചിരിക്കും എല്ലാം. ഓക്കെ, ഡെയിലി രാവിലെ എണീക്കുമ്പോൾ തന്നെ എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇന്ന ദിവസം ഞാനിപ്പോൾ ഒന്ന് എണീറ്റു, ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത്, ആ ടോപ്പിക്ക് പുതിയതായിട്ടൊരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ലാങ് ഫയലിൽ നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് യൂട്യൂബിലോ ടെലിഗ്രാമിലോ എവിടെയാണ് കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾ സോഴ്സ് തപ്പിയിട്ട് പഠിക്കുക. അല്ല കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന വെച്ചാൽ അവിടെ നിന്ന് തരുന്ന നോട്ട്സ് ആണെങ്കിൽ നിങ്ങൾ അത് പഠിക്കുക. തരുന്ന നോട്ട്സ് അപ്പോൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. ഓക്കെ, എനിക്കൊക്കെ ഫസ്റ്റൊക്കെ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. തരുന്ന നോട്ട്സ് അണിച്ചാലും അവിടെ ബൾക്കായി തരുന്നോണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പറ്റുന്ന രീതിക്ക് ഞാൻ പഠിക്കാറുള്ളൂ. പിന്നെ ഡിഗ്രി കൂടെ ആയപ്പോൾ എനിക്ക് രണ്ടും പാടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് എല്ലാം ടൈം കറക്റ്റാക്കിയിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്ത് എല്ലാം സെറ്റാക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, രണ്ടും പാടെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നുണ്ട്. അസൈൻമെൻറ്റ്സിൻ്റെ ഒരു എഴുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിഗ്രീൻ്റെ പഠിക്കാനായി, കൂടെ ഇതും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എക്സാം എല്ലാം ഒരുമിച്ചാണ് വരുന്നത്, അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും വേറെയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ടൈമുണ്ട്, ഞാൻ പഠിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ജോലി വാങ്ങിയെടുക്കും. ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ പറയുകയും ചെയ്യും, എനിക്ക് ആ ഒരു റാങ്കിൽ ഞാൻ എത്തി, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ജോലി എനിക്ക് കിട്ടിയത് എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ പറയും. ഓക്കെ, നിങ്ങളും എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും ഒരു ദിവസം കമൻ്റ് ഇടും, ഞാൻ ഈ ഒരു ജോലി എനിക്ക് കിട്ടി, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു, ഇത്ര റാങ്കാണിത്, എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളും പറയും. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും വേണം. ഓക്കെ, എന്നാൽ തന്നെ നമുക്കത് കിട്ടുള്ളൂ, വെറുതെ ഇരുന്നാലൊന്നും കിട്ടത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ ഒരു റൊട്ടീൻ പോലെ എന്നും രാവിലെ പഠിക്കുകയാണെങ്കിൽ ആ ഒരു ടൈം പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ച് വേറെ പരിപാടി കാര്യങ്ങൾ, സിനിമയ്ക്ക് പോവുക, അതിന് പോവുക, പരിപാടിക്ക്, കല്യാണം, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് സമയം കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാംസൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ കൺഫർമേഷൻ വന്നു, എക്സാം ആയി, പിന്നെ അതിൻ്റെ അടുത്ത എക്സാം, ഫോഴ്സ് എക്സാം വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്. ഞാനൊക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ എക്സാം വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കൂടെ പഠിക്കണം, എല്ലാം പാടെ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇത് പഠിച്ചാൽ മതി. മലയാളം, ഇംഗ്ലീഷ്, മാത്സൊക്കെ നമുക്ക് ഒരു വട്ടം പഠിച്ചാൽ പോരെ, ബാക്കിയുള്ള ചില സിലബസിലെ മാറ്റമുള്ളൂ. അപ്പോൾ അത് നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അത് മാറ്റി വയ്ക്കും. പക്ഷേ സിലബസിൽ ഒരേപോലെയുള്ള ടോപ്പിക്സ് മാത്സ് ആയാലും മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും കറണ്ട് അഫയേഴ്സ് ആണെച്ചാലും, കറണ്ട് അഫയേഴ്സ് നമുക്ക് എല്ലാ എക്സാമിനും ഒരേപോലെ അല്ലേ വരിക, മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഒപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ, ഇല്ലേ? അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ മാറി വലിച്ച് പഠിക്കുന്നതിന് പകരം സിലബസ് നോക്കിയിട്ട് ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ എവിടെ നിന്നാണ് പറ്റുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അതേപോലെ സയൻസ്, കൂടാതെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, CA, ഇവിടെ ഇങ്ങനെ പഠിച്ചാൽ തന്നെ ഞാൻ ഈ ഒരു കുറച്ചെണ്ണത്തിനാണ് ഞാൻ ഫോക്കസ് ചെയ്യണത്. ഓക്കെ, മെയിൻ ഹിസ്റ്ററി നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എവിടെ അവസാനിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. അത്രയും ക്വസ്റ്റ്യൻസും അത്രയും ചാപ്റ്റേഴ്സും അത്രയും പോയിൻറ്റ്സ് അതിൽ പഠിക്കാനുണ്ട്. അത് നമുക്കിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ അവർ ചിലപ്പോൾ പഠിച്ചിട്ട് വരുന്നുണ്ടാവും. അവരെ കൊണ്ടൊന്നും ഞാൻ പറയില്ല പഠിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല, അവർ പഠിച്ച് വരട്ടെ. ആ ഒരു PSCയുടെ ഒരു ബേസ് മനസ്സിലാകുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ PDF കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാം. PDF ഈ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ PDF ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അയച്ചു തരാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ PDF ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് ഓരോ ദിവസം ഓരോ മെറ്റീരിയൽ കവർ ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തരാം, എങ്ങനെ വേണിച്ചാലും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുറേ പേര് PSC ബുള്ളറ്റിൻ്റെ എങ്ങനെ വരിക, എവിടെ നിന്നാണ് വരുത്തുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും എവിടെ നിന്ന് കിട്ടുകയെന്ന് അറിയാത്തവർ വരെയുണ്ട്. ഇതൊക്കെ നമ്മുടെ തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പർ ഇടുന്ന ആളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെയിലി മൺഡേ അല്ലെങ്കിൽ എന്നാണോ ഇത് വരുന്നത് അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുത്തരും. ഓക്കെ, അതുപോലെ അറിയാത്ത ആൾക്കാരുണ്ട്, ബിഗിനേഴ്സ് ആണെങ്കിലും ഒന്നും അറിയത്തില്ല. പിന്നെ ഇത് ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്.
അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ സമയം അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല പ്രത്യേകിച്ച്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്